നമ്മളിപ്പോൾ കേരളത്തിലെ പാലക്കാടുള്ള വിക്ടോറിയ കോളേജിലെ വിനീത ഗാർഡൻസിലാണ്. എൻ്റെ കൂടെയുള്ളത് യുവതലമുറയാണ്. നാളത്തെ നേതാക്കൾ മാത്രമല്ല, ഇന്നത്തെ തീരുമാനങ്ങൾ എടുക്കുന്നവരും കൂടിയാകാൻ പോകുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് കേരളം ഇത്രയധികം ആകർഷകമാകുന്നത് എന്ന് വെച്ചാൽ, കോളേജുകളിൽ പോലും വിദ്യാർത്ഥികളും യുവാക്കളും തീവ്ര രാഷ്ട്രീയ ബോധമുള്ളവരാണ്. രസകരമായ കാര്യം, എൻ്റെ വലതുവശത്തുള്ളത് KSUI-യുടെ, അതായത് കേരള സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ, UDF-ൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ അനുഭാവികളായ വിദ്യാർത്ഥികളാണ്. എൻ്റെ ഇടതുവശത്തുള്ളത് ഇടതുപക്ഷത്ത് നിന്നുള്ളവരാണ്, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI വിദ്യാർത്ഥികൾ. അല്ലാത്ത സമയത്ത് ഇവർ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇവരുടെ രാഷ്ട്രീയം വളരെ വളരെ വ്യത്യസ്തമാണ്. എൻ്റെ ഇടതുവശത്തു നിന്ന് തന്നെ തുടങ്ങാം. ഇത് തലമുറ അനുസരിച്ച് വരുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷമാണെന്നും നിങ്ങൾ വലതുപക്ഷമാണെന്നും നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യയശാസ്ത്രത്തിലുള്ള നാണക്കേടാണ് ഞങ്ങൾ എല്ലാവരും SFIയെ പിന്തുണയ്ക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യം. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമാണ്. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം കൊണ്ടാണ് ലോകം മുഴുവൻ മാറിയത്. അടിസ്ഥാന അവകാശങ്ങളും സമരങ്ങളും ഉണ്ടായത്. ഇടതുപക്ഷക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രമോ നയിച്ച സമരങ്ങളിലൂടെയാണ് നേടിയെടുത്തത്. എന്നിട്ടും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എവിടെയോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കേരളത്തിൽ മാത്രം ഒരു പരിധിവരെ ബംഗാളിലും അത് അവശേഷിച്ചിരുന്നുള്ളൂ. ഇല്ല, അതുപോലെ നിങ്ങളതൊരു ഇന്ത്യൻ കാഴ്ചപ്പാടിൽ മാത്രമാണ് കാണുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ലോകം മുഴുവൻ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ ആശയം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ മരിക്കുന്ന പ്രത്യയശാസ്ത്രം, അത് എല്ലാ കാലത്തും അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ നിലനിൽക്കുന്നു എന്നാണ്. മരിക്കാത്ത പ്രത്യയശാസ്ത്രം. ശരി, എനിക്ക് ശബ്ദം നൽകാതെ ആദ്യത്തെ ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഈ സന്തുലിതാവസ്ഥ വളരെ പ്രധാനമാണ്. അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമാണ് ഏറ്റവും മികച്ചതെന്ന്. അതിനാൽ ഞാനും ഞങ്ങളെല്ലാവരും അതിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇല്ല, എനിക്ക് തോന്നുന്നില്ല അത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമാണെന്ന്. അതൊരു നല്ല കാര്യമാണെന്ന്. കാരണം നമുക്കറിയാം, തിരഞ്ഞെടുപ്പിന് മുൻപ്, നിയമസഭാ തിരഞ്ഞെടുപ്പിന് നമുക്കറിയാം, സജി ചെറിയാന്റെ മന്ത്രാലയം, സാംസ്കാരിക മന്ത്രാലയം, അദ്ദേഹം നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ട്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും അതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതാണ് നല്ല രാഷ്ട്രീയം. എൻ്റെ അഭിപ്രായത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF-ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. കോൺഗ്രസ് പാർട്ടിയാകും. വിചിത്രമെന്ന് പറയട്ടെ, കേരളത്തിൽ നിങ്ങൾ പരസ്പരം എതിർക്കുന്നു. എന്നാൽ അതിർത്തിക്കപ്പുറം, ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ നിങ്ങൾ അത് എങ്ങനെ വിശദീകരിക്കും? നിങ്ങൾ അതിന് എങ്ങനെ ഉത്തരം നൽകും? അതുകൊണ്ട് അടിസ്ഥാനപരമായി ഞങ്ങൾ വലതുപക്ഷത്തിനെതിരെയാണ് പോരാടുന്നത്. അതുപോലെ കോൺഗ്രസ് സാധാരണയായി പറയാറുണ്ട് അവരൊരു മധ്യപക്ഷ നിലപാടിലാണെന്ന്. ഞങ്ങൾ ഇടതുപക്ഷ നിലപാടിലാണെന്നതുപോലെ BJP സംഘപരിവാർ സർക്കാർ കാരണം അനുദിനം ഇന്ത്യ ഇന്ത്യ എന്ന ആശയം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എതിർക്കുന്നതിന് അപ്പോൾ നിങ്ങൾ കരുതുന്നത് കോൺഗ്രസ് ആണ് ചെറിയ ശത്രു എന്നാണോ? അതായത് തമിഴ്നാട്ടിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നായിരിക്കെ ഈ വൈരുദ്ധ്യം താഴെത്തട്ടിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നില്ലേ? വെറും അതിർത്തിക്കപ്പുറം നിങ്ങൾക്ക് പരസ്പരം പോരടിക്കേണ്ടി വരുന്നു. എനിക്ക് തോന്നുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ ആവശ്യം, തമിഴ്നാട്ടിൽ അവർക്ക് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രങ്ങളുമാണ് ആവശ്യം. പക്ഷേ കേരളത്തിൽ അവർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ 4 പാർട്ടികൾക്കും ഒരു പ്രത്യയശാസ്ത്രമില്ല. കാരണം എനിക്ക് തോന്നുന്നത് അവരെല്ലാം സംഘപരിവാറാണ് എന്ന് മുൻപേ പറഞ്ഞ ആൾ. ഞങ്ങളെല്ലാം സംഘപരിവാറിന് എതിരാണ്. പക്ഷെ കേരളത്തിൽ അവരെല്ലാം പിന്തുണയ്ക്കുന്നത് സംഘപരിവാറിന്. എങ്ങനെ? നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ സാഹചര്യത്തിലും നമുക്ക് നേരത്തെ തന്നെ അറിയാം. യഥാർത്ഥത്തിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. മുഴുവൻ പിന്തുണയും അവർ പരോക്ഷമായി അവർ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അതാണോ നിങ്ങൾ പറയുന്നത്? അതെ, തീർച്ചയായും. ഓരോ വിഷയത്തിലും നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടുത്തെ LDF സ്ഥാനാർത്ഥികൾ മാത്രമല്ല, പിന്തുണയ്ക്കുന്നവരും ലോക്സഭയിലോ രാജ്യസഭയിലോ അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ചിലർ പറയും LDF പ്രവർത്തിക്കുന്ന രീതി BJPയെ വിജയിക്കാൻ അനുവദിക്കുന്നതിന് വേണ്ടിയാണ്.
എന്നാൽ UDF വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പല മണ്ഡലങ്ങളിലും അത് ശരിയല്ലേ? ഞങ്ങൾ എല്ലാവരും BJPയെ പിന്തുണയ്ക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തമാശയാണെന്നാണ്. പക്ഷെ ആരാണ് പറയുന്നത്? കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ BJPയെ പിന്തുണയ്ക്കുന്നുവെന്നാണ്. ചരിത്രം നോക്കൂ, അല്ലെങ്കിൽ സമീപകാലം നോക്കൂ. ഏകദേശം എന്റെ വിചാരം 10 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ BJPയിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മളത് കണ്ടതാണ്. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ BJPയെ പിന്തുണയ്ക്കുന്നു എന്ന്. അതായത് തുടക്കം മുതൽ 80കൾ മുതൽ BJPയുടെ സ്ഥാപനം മുതൽ ഇന്നുവരെ ഞങ്ങൾ ആ ഫാസിസത്തിനെതിരെ, ആ വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിനെതിരെ, എല്ലാറ്റിനുമെതിരെയും പോരാടുകയാണ്. അതായത് RSS സംഘപരിവാറിനെതിരെ ഞങ്ങൾ പോരാടുന്നത് പ്രത്യയശാസ്ത്രപരമായ രീതിയിലല്ല. അതായത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും പോരാടുകയാണ്. അതായത് ശരി, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. നിങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽപ്പെട്ടവരായിരിക്കാം, പക്ഷേ യുവാക്കളുടെ പ്രശ്നങ്ങൾ പൊതുവായതാണ്, അല്ലേ? യുവാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പക്ഷേ നിങ്ങളുടെ സർക്കാർ 10 വർഷമായി അധികാരത്തിലുണ്ട്. അതെ, LDF, അതെ. പക്ഷെ അതിന് ഒരുപാട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ? അവർ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ മുഴുവനും വേണം, ഇന്ത്യ മുഴുവനും. ഒരു യുവാവ് എന്ന നിലയിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് കാണാൻ കഴിയും. കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ വികസനത്തിലെ മുന്നേറ്റം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്. അപ്പോൾ താങ്കൾ കരുതുന്നു മിസ്റ്റർ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റിയെന്നാണോ? തീർച്ചയായും. എന്തുകൊണ്ട്? മുൻപത്തെ ഭരണം കാരണം അത് വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് വരുമെന്നോ? അവർ പറയുന്നത് 3ാം തവണയും അധികാരത്തിൽ വരുമെന്നാണ്. അതെ, തീർച്ചയായും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അതായത് നമുക്കറിയാമല്ലോ, എന്തായാലും രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്കും ഇതേ പാർട്ടി ഈ വർഷവും തുടരുന്നതിൽ താൽപ്പര്യമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനാൽ അപ്പോൾ അവർ യുവാക്കളുടെ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, ജോലികൾ എന്നിവ അഭിസംബോധന ചെയ്യുന്നുണ്ടോ? ഉപജീവന മാർഗങ്ങൾ. എല്ലാ പാർട്ടികളും യുവാക്കളുടെ എല്ലാ പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്യും. പക്ഷേ അവരിൽ ചിലർ അത് പരിഹരിക്കും. വരും വർഷങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയും ഇത് പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, എല്ലാവരും പറയുന്നു LDFന് 3ാം തവണയുമെന്ന്. അതാണോ യാഥാർത്ഥ്യം? 3ാം തവണയും? തീർച്ചയായും അവർ വരില്ല. കാരണം ആ സർക്കാരിനെ പിന്തുണയ്ക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. പിന്നെ യുവാക്കളുടെ പ്രതീക്ഷ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. നമുക്കറിയാവുന്നതുപോലെ നമുക്കില്ല. നമുക്കിവിടെ തൊഴിലവസരങ്ങൾ കുറവാണ്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ലേ? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതയും അവസരങ്ങളും വേണം. അതിനാൽ കേരളത്തിൽ മിക്കപ്പോഴും ആളുകൾ ജോലിക്ക് വേണ്ടി കേരളത്തിന് വെളിയിലേക്ക് പോകുന്നത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ലേ? അല്ലേ? അതൊരു വസ്തുതയാണ്. അതെ, കാരണം നമുക്ക് കൂടുതൽ കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ, അത് ഗൾഫായാലും മറ്റെവിടെയെങ്കിലും ആയാലും. അതെ, വിദേശത്ത് നമുക്ക് കൂടുതൽ കിട്ടും. അവസരങ്ങൾ, ജോലിക്കുള്ള അവസരങ്ങളും ഒപ്പം അവിടെ നല്ല പഠനവും. അക്കാര്യത്തിൽ വേണ്ടത് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ശരിയായ വിദ്യാഭ്യാസമില്ല. അതുപോലെ ശരിയായ തൊഴിലവസരങ്ങളും നമുക്കിവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് സർക്കാരിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിരാശകൾ? എന്തൊക്കെയാണ്? നിങ്ങളിൽ ആർക്കെങ്കിലും പറയാമോ സർക്കാരിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിരാശ എന്താണെന്ന്? ഒരു യുവവ്യക്തി എന്ന നിലയിൽ, ഒരു യുവാവ് എന്ന നിലയിലോ? നിങ്ങൾ യുവാക്കളെക്കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്ത് യുവാക്കളില്ല. കഴിഞ്ഞ 10 വർഷമായി യുവാക്കൾ അവരുടെ ജോലിക്കോ പഠനത്തിനോ വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. അതുകൊണ്ട് ഞങ്ങളും ഒരുപക്ഷെ തൊഴിലവസരങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പോവുകയാണ്.
അതാണ് പ്രധാന പ്രശ്നം ഈ സംസ്ഥാനത്തെ യുവാക്കൾ നേരിടുന്നത്. അതുകൊണ്ടത് മാറണം. ഞങ്ങളുടെ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ ഞങ്ങൾ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഞങ്ങൾക്ക് ഇവിടെയും തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തെ കേരള എന്നാണോ കേരളം എന്നാണോ വിളിക്കുന്നത് എന്നത് പ്രധാനമാണെന്ന് കരുതുന്നതായി തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഒരു വിഷയമാണോ? അതൊരു ഇപ്പോഴത്തെ വിഷയമല്ല. കേരള എന്നതോ കേരളം എന്നതോ. പ്രധാനമന്ത്രിയും അദ്ദേഹം വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രചാരണത്തിന്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേരളം എന്ന പേര് മാറ്റുകയാണെന്ന്. AM അവിടെയുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ അവർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരത്രയേ ചെയ്യുന്നുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും സമ്മതിപ്പിക്കാറുണ്ടോ? അതോ നിങ്ങളുടെ കുടുംബങ്ങളും കോൺഗ്രസ് അനുകൂലികളാണോ? അവരെല്ലാവരും കോൺഗ്രസ് അനുകൂലികളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം അവർക്കറിയാം എന്താണ് ഇന്ത്യയെന്നും എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയമെന്നും. ശരി, അപ്പോൾ ഈ കേരളം അത് ജനങ്ങൾക്കൊരു വ്യത്യാസമുണ്ടാക്കുമോ? ഞാൻ ഉദ്ദേശിച്ചത്, അവർ ചെയ്തൊരു വലിയ കാര്യമാണെന്ന മട്ടിൽ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അത് മാറും. കാരണം കേരള അതൊരു മലയാളി പേരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളം അത് കൂടുതൽ മലയാളിത്തമുള്ള പേരായി. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് കേരളം ഒരു നല്ല മാറ്റമാണെന്നാണ്. പിന്നെ ഇപ്പം അവർ പറഞ്ഞതുപോലെ അവരുടെ മാതാപിതാക്കൾ കോൺഗ്രസ് ആയതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ മാതാപിതാക്കൾ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷ ആശയക്കാരോ അല്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം കൊണ്ടാണ്. പിന്നെ ഞാൻ കരുതുന്നത് ഈ പ്രാവശ്യം സർക്കാർ വരും. കാരണം ആ സ്ത്രീ പറയുന്നത് ശരിയായ വിദ്യാഭ്യാസമില്ലെന്നാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായി വിദ്യാഭ്യാസ രംഗത്തും ആശുപത്രി രംഗത്തും റോഡുകളിലും വന്ന മാറ്റം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം മുഴുവൻ മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ആ മാറ്റം ഇപ്പോൾ കേരളത്തിന് ആവശ്യമാണ് എന്നാണ്. കേരളത്തിലും UDF വന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം കുറയുമെന്നത് ഒരു ആശങ്കയല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ദേശീയ തലത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകില്ല. രാഷ്ട്രീയപരമായി BJP ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ അപ്പോൾ നിങ്ങൾ ദേശീയ തലത്തിൽ സാന്നിധ്യമുള്ള ഒരേ ഒരു പാർട്ടിയെ തകർക്കുകയാണ്. വളരെ നല്ല ചോദ്യം മാഡം. പക്ഷെ ഇപ്പോൾ നമുക്ക് കോൺഗ്രസിന്റെ 90-80 MP-മാരുണ്ട്. പക്ഷെ പാർലമെന്റിൽ പോയിട്ട് അവർ എന്ത് ചെയ്തു? ഒന്നുമില്ല. വെറുതെ അവിടെ ഇരിക്കുന്നു. BJP സർക്കാരിനെതിരെ ഒരു വാക്ക് പോലും ഉന്നയിക്കുന്നില്ല. ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കാമെന്നാണ്. ഇപ്പോൾ ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കാം. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ കൂടുതൽ ശക്തരാകും. ഞങ്ങളുടെ ശബ്ദം ഇപ്പോൾ വളരെ ശക്തമാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ശരി, ഒരു അവസാനത്തെ കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? വളരെ മോശമായതും മാറ്റേണ്ടതുമായ ഒരു കാര്യം എന്താണ്? ഇപ്പോൾ എല്ലാം നല്ലതാണ്. എനിക്ക് തോന്നുന്നത് LDF സർക്കാർ തുടരുമെന്നാണ്. അത് തിരികെ വന്നാൽ അതെ, എല്ലാം നല്ലതാണ്. LDF വരും, തിരികെ വരും. നിങ്ങളുടെ കാര്യമോ? ഈ വർഷങ്ങളിലുടനീളം സർക്കാർ നടത്തിയ വികസനത്തിന്റെ തുടർച്ചയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 2016 മുൻപ് നമുക്ക് കാണാം, ഞങ്ങൾ പഠിക്കുകയാണ് LP ക്ലാസ്സുകളിൽ. ഞങ്ങൾക്ക് പാഠപുസ്തകമില്ല. ഞങ്ങൾ പഠിച്ചിരുന്നത് ഫോട്ടോസ്റ്റാറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചാണ്. പിന്നെ ഇപ്പോൾ എല്ലാം മാറി. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും കുട്ടികൾക്കുള്ള പാഠപുസ്തകം. അതിനു മുൻപ് അധ്യയന വർഷം തുടങ്ങുന്നു. കൂടാതെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണവും മാറി. വിദ്യാഭ്യാസം പൂർണ്ണമായും മാറി. ഇപ്പോൾ നമ്മൾ ആരോഗ്യമേഖലയും എല്ലാം കാണുന്നു. മെച്ചം. അത് എല്ലാം 2000-ലെ മുൻ സർക്കാരിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമായി. അപ്പോൾ ആരോഗ്യമേഖല, വിദ്യാഭ്യാസം എല്ലാം ഇപ്പോൾ മെച്ചപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. അതെ, LDF ഗവൺമെന്റിന്റെ കീഴിൽ ആരോഗ്യമേഖല മെച്ചപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭിക്കുന്നുണ്ട്. മുമ്പ് അവർ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറുകൾ നോക്കിയാണ് പഠിച്ചിരുന്നത്. പാഠപുസ്തകമില്ല. അതിനെന്തെങ്കിലും മറുപടിയുണ്ടോ? അത് ശരിയാണോ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാറില്ല. തൊഴിലവസരങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു. പക്ഷേ എൻ്റെ സഹോദരൻ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവൻ പോലീസ് കോൺസ്റ്റേബിളിന്റെ PSC ലിസ്റ്റിലുണ്ട്. പക്ഷെ അവന് ജോലി കിട്ടിയില്ല. അവരിതിനെതിരെ പ്രതിഷേധിച്ചു. അവരതിനെതിരെ സമരം ചെയ്തു. പക്ഷെ അവർക്ക് ജോലി കിട്ടിയില്ല. ജോലി കിട്ടിയതേയില്ല. ഒരുപാട് ധാരാളമുണ്ട്. വിദ്യാർത്ഥികൾ, ജോലി കിട്ടിയവർ, റാങ്ക് ലിസ്റ്റിലുള്ളവർ, ജോലി കിട്ടിയില്ല. അതാണ് ഈ സംസ്ഥാനത്തെ പ്രധാന പ്രശ്നം. പിന്നെ അവർ പറയുന്നുണ്ട്, അവസാനം അവർ പഠന സാമഗ്രികൾ മെച്ചപ്പെടുത്തുന്നു. അതെ, ആരോഗ്യ മേഖലകൾ. മാഡം, എൻ്റെ നാട് ആലപ്പുഴയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അടുത്തിടെ ഒരു സാഹചര്യമുണ്ടായി.
അതായത് വയറ്റിൽ ഒരു കത്രിക. നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിരുന്നോ? വയറ്റിൽ ഒരു കത്രിക. അത് സംഭവിച്ചത് ആലപ്പുഴയിലാണ്, ഒരു സർക്കാർ ആശുപത്രിയിൽ. എന്നിട്ട് അവർ പറയുന്നു ആരോഗ്യ മേഖലകൾ മെച്ചപ്പെടുന്നുണ്ടെന്ന്. അവർ മെച്ചപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുക പോലുമില്ല. അവ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു മാറ്റമുണ്ടാകണം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരി, അപ്പോൾ ആ രണ്ട് ധ്രുവങ്ങളും ഒരിക്കലും കൂടിച്ചേരില്ല, കുറഞ്ഞപക്ഷം കേരളത്തിലെങ്കിലും. ഒരു വശത്ത് UDFും മറുവശത്ത് LDFും. യുവാക്കൾക്ക് അവരുടെ സ്വന്തം രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുള്ളതും അത് പിന്തുടരണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം തീർച്ചയായും. പക്ഷേ കേരളം തീർച്ചയായും രാഷ്ട്രീയവും ഊർജവും കൊണ്ട് തുടിക്കുകയാണ്. ഏപ്രിൽ 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കത്തിൽ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ക്യാമറാഡ പേഴ്സൺ പോൾ രാജിനൊപ്പം ഡീകോഡറിനു വേണ്ടി ഞാൻ സുധീർ.